അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹിജ്റയ്ക്ക് ശേഷം സ്വഹാബത്ത് എല്ലാവരും മദീനയിലേക്ക് എത്തിയ വേളയാണ്. വളരെ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടമായിരുന്നു അത്. കാരണം അത്രയും മനുഷ്യർ അവർ ഇത്രയും കാലം ജീവിച്ചിരുന്ന സ്വന്തം നാടും വീടും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് പുതിയൊരു നാട്ടിലേക്ക് ഇതുപോലെ ചേക്കേറിയിട്ടുള്ളത്. ഇവിടെ കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ ഇല്ലാതെ പൊറുതിമുട്ടുകയാണ് മക്കയിൽ നിന്നും വന്നിരുന്ന മുഹാജിറുകൾ. അൻസാറുകൾ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സമയമാണ്. മദീനയിൽ നല്ലൊരു കിണറുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഇവർ കുടിക്കാനും കൃഷിക്ക് ആവശ്യമായ വെള്ളങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു ജൂതൻ്റെ കിണറായിരുന്നു. മുസ്ലിങ്ങൾക്ക് അതിൽ നിന്ന് വെള്ളം എടുക്കണമെങ്കിൽ വലിയ വിലയാണ് ആ ജൂതനായ ആൾ ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം വെള്ളം വാങ്ങുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായി മാറിയ ഒരു സാഹചര്യമായിരുന്നു അത്. ആ സമയത്താണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുന്നത്, സ്വഹാബ, ആ കിണർ ആർക്കെങ്കിലും വാങ്ങി മുസ്ലിം ഉമ്മത്തിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സ്വർഗം തരാം. ഉടനടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ആ ജൂതൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിക്കുന്നു, ഈ കിണർ നിങ്ങൾ വിൽക്കാൻ തയ്യാറാണോ? അദ്ദേഹം സമ്മതിക്കുന്നില്ല. കാരണം അത്രയും പൈസ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മദീനയിലുള്ള പ്രധാന ജല സംഭരണിയാണത്. കൃഷിക്കും കുടിക്കാനും ഒക്കെ ആവശ്യത്തിന് ആളുകൾ മുഴുവനും വെള്ളം ശേഖരിക്കുന്നത് ഈ മനുഷ്യൻ്റെ ഈ കിണറിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല സമ്പാദ്യവും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം അത് വിൽക്കാൻ തയ്യാറാവുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയ വലിയ സംഖ്യകളാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യുന്നത്. അത് വളരെ വലിയ സംഖ്യ ആയതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മറ്റൊരു നീക്കത്തിന് മുതിരുന്നു. നമുക്ക് ഇത് പകുതിയും പകുതിയുമായിട്ട് വിൽക്കാം. അതെന്ന് പറഞ്ഞാൽ നേരെ പകുതിയല്ല, മറിച്ച് ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കിണറ്, അടുത്ത ദിവസം ജൂതന് കിണറ്. അങ്ങനെ ആ വ്യവസ്ഥയിൽ ആ വലിയ സംഖ്യക്ക് ആ കച്ചവടം നടക്കുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിവസം എത്തിയപ്പോൾ അന്ന് മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായിട്ട് വെള്ളം എടുക്കാനുള്ള അവകാശം നൽകുന്നു. അങ്ങനെ സ്വഹാബത്ത് എല്ലാവരും 2 ദിവസത്തേക്കുള്ള വെള്ളം അവരുടെ പാത്രങ്ങളിലും തോൽപാത്രങ്ങളിലൊക്കെ ആയിട്ട് ശേഖരിച്ചു വെക്കുന്നു. അടുത്ത ദിവസം ജൂതന് ഒരു കച്ചവടം ഉണ്ടാകുന്നില്ല, ആരും വെള്ളത്തിന് വേണ്ടിയിട്ട് വരുന്നില്ല. വളരെ ബുദ്ധിമുട്ടായി മാറി. അങ്ങനെ ഈ നില ഇങ്ങനെ തുടർന്ന് പോയപ്പോഴാണ് ജൂതൻ ആ കിണറിൻ്റെ പൂർണ്ണമായ അവകാശം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിൽക്കാൻ തയ്യാറാകുന്നത്. അങ്ങനെ ആ പൂർണ്ണമായ വില കൊടുത്ത് വാങ്ങിയ ആ കിണർ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വാഗ്ദാനം ചെയ്ത ആ സ്വർഗ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണവും അവിടെ നടക്കുകയാണ്. സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ ഇത്രമേൽ സഹായിച്ച മറ്റൊരു സ്വഹാബി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അതീവ സമ്പന്നനായ ഒരു സ്വഹാബി, മദീന കാലഘട്ടത്തിൽ വലിയ കച്ചവടങ്ങൾ ചെയ്ത് അബൂബക്കർ തങ്ങൾ പോലെ അതിനേക്കാൾ സമ്പന്നനായിരുന്ന മനുഷ്യൻ ഇസ്ലാം ആദ്യകാലത്ത് വരുമ്പോഴേ അദ്ദേഹം വലിയ കച്ചവടങ്ങളും വലിയ വലിയ കച്ചവട യാത്രകളും ഒരുപാട് കൃഷിയൊക്കെ ആയിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വരുമാന മാർഗങ്ങൾ. പിന്നീട് മദീനയിലേക്ക് വന്ന വേളയിലും അദ്ദേഹത്തിന് ആ അതേ ബർക്കത്ത് കച്ചവടത്തിൽ വീണ്ടും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വളരെ സമ്പന്നനായ മനുഷ്യൻ, ആ സമ്പത്തിൻ്റെ ഒരു സിംഹഭൂരിഭാഗവും ഇസ്ലാമിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു. മക്കൻ ചരിത്രത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒരു സംഭവം അത് ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 2 മക്കളെ റുഖയ്യ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹുമ അവരെ വിവാഹം ചെയ്തിരുന്നത് അബൂലഹബിൻ്റെ 2 മക്കളെയാണ്, ഉത്ബയും ഉത്തൈബയും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക സന്ദേശവുമായി നിലവിൽ വരികയും അവരെല്ലാവരെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനൊക്കെ തുടങ്ങിയതോടുകൂടെ അബൂലഹബിൻ്റെ ഭാര്യയൊക്കെ പ്രവാചകൻ അത്രമേൽ ക്രൂരമായിട്ട് പീഡിപ്പിക്കാനും ആക്രമിക്കാനൊക്കെ തുടങ്ങി. ആ അവസരത്തിലാണ് അള്ളാഹു അബൂലഹബിനെതിരെയും ഭാര്യക്കെതിരെയൊക്കെ ആയത്തിറക്കുന്നത്. അതുകൂടെ ആയപ്പോൾ ഈ ഉത്ബയെയും ഉത്തൈബയോടെയും അവരുടെ ഭാര്യമാരെ, പ്രവാചകൻ്റെ മക്കളെ തൊലാക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് അബൂലഹബ് കൽപ്പിക്കുകയാണ്. അങ്ങനെ 2 മക്കൾ ഒരേ സമയം വിവാഹമോചനം തേടിക്കൊണ്ട് വീട്ടിലേക്ക് കയറി വന്ന ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ ദുഃഖപൂർണമായ വേദനിപ്പിക്കുന്ന ഒരു വേളയിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൻ്റെ ഒരു മകളെ ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നത്, റുഖയ്യ ബീവിയെ. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപൂർണമായ ഒരു നിമിഷമായിരുന്നു അത്. തൻ്റെ പ്രിയപ്പെട്ടവളെ, അത്രയും പ്രിയപ്പെട്ട തൻ്റെ ഒരു അനുചരന് കൈചേർത്ത് കൊടുക്കുന്നു. അവരുടെ മനോഹരമായ ദാമ്പത്യ ജീവിതം മക്കയിൽ അവർക്ക് നിൽക്കാനുള്ള ഇടം നഷ്ടമായപ്പോൾ, മക്ക മുശ്രിക്കുകൾ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ അബിസീനിയയിലേക്ക് ആദ്യമായി പലായനം നടത്തുന്നത് ഈ ദമ്പതികളാണ്. ചരിത്രം പറയുന്നു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ശേഷം
തൻ്റെ ദീനിനെ മുറുകെ പിടിക്കാൻ വേണ്ടി പലായനം ചെയ്തവരിൽ ഒരേ ഒരാൾ ഈ ദമ്പതികളാണ് എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ആദ്യത്തെ മുഹാജിറായിട്ടാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റുഖയ്യ ബീവിയും ചരിത്രത്തിൽ അടയാളപ്പെടുന്നത്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. അവർ അബ്സീനിയയിൽ തന്നെയാണ് താമസിക്കുന്നത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം നടത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഭാര്യയും ഇവർ മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. അവിടെ പ്രവാചകൻ്റെ അടുത്ത് ചെല്ലുന്നു. വളരെ സന്തോഷത്തോടെ അവിടെ ജീവിതം തുടങ്ങുകയാണ്. മുസ്ലിങ്ങൾ ദിനം പ്രതി മദീനയിൽ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ അവിടെ ആദ്യം അവർ പണിതിരുന്ന ചെറിയൊരു പള്ളി മുസ്ലിങ്ങൾക്ക് പാകമാകാതെ വന്നു. പ്രവാചകൻ പള്ളിയുടെ മിഹ്റാബിൽ കയറിയിട്ട് ചോദിക്കുന്നു, ഈ പള്ളിക്ക് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് വാങ്ങണം, അതിന് വേണ്ടിയിട്ട് പൈസ ആർക്കാണ് തരാൻ പറ്റുക? ഇസ്ലാമിൻ്റെ കയ്യിൽ, മുസ്ലിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, സമ്പത്തില്ല. ആ സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നു. തൊട്ടടുത്തുള്ള സ്ഥലങ്ങളെല്ലാം മറ്റു മതസ്ഥരുടെ കയ്യിലായിരുന്നു. അതെല്ലാം 25,000 ദിർഹമിനാണ് ആ സ്ഥലം മുഴുവനും സ്വന്തമാക്കുകയും അവിടെ വലിയ പള്ളി നിർമ്മിക്കുകയൊക്കെ ചെയ്യുന്നത്. അത്രത്തോളം മുസ്ലിങ്ങൾക്ക് വളരെ വിശാലമായ ആരാധന കർമ്മങ്ങൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുങ്ങുന്നു. വളരെ സന്തോഷമായി പ്രവാചകന്. വീണ്ടും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സ്വർഗ വാഗ്ദാനങ്ങൾ നൽകുന്നു. എത്രയോ തവണ ചരിത്രത്തിൽ ഇതുപോലെ ഇസ്ലാമിന് സമൂലമായ സംഭാവനകൾ ചെയ്ത് സ്വർഗ വാഗ്ദാനം നേടിയെടുത്ത പ്രഗത്ഭരായ സ്വഹാബിയായിട്ട് ഈ ഖലീഫ മാറുന്നുണ്ട്. ബദ്ർ യുദ്ധവേള പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കൾക്കെതിരെയുള്ള ആദ്യത്തെ സംഘടനവും പോരാട്ടവും ഒക്കെയാണ്. യുദ്ധത്തിനുള്ള വലിയ സാമ്പത്തിക സഹായങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആൾറെഡി ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിന് പോകാൻ ദിവസങ്ങൾ ശേഷിക്കെയാണ് പ്രിയപ്പെട്ട ഭാര്യ റുഖയ്യ ബീവി രോഗിയായിട്ട് കിടക്കുന്നത്. പ്രവാചകൻ്റെ പ്രിയപ്പെട്ട മകൾ യുദ്ധത്തിന് പോകാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയുന്നു, യുദ്ധത്തിന് വരേണ്ടതില്ല, നിങ്ങൾ ഭാര്യയെ, മകളെ സംരക്ഷിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ നിന്നുകൊള്ളുക. അങ്ങനെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പേരിൽ ഒരിക്കലും നമുക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കാണാനാകില്ല. ആ ആദ്യത്തെ പോരാട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തം ഭാര്യയ്ക്ക് സമാധാനമായി നിന്നുകൊണ്ട് ഇവിടെ വീട്ടിൽ തന്നെ നിലകൊള്ളുകയാണ്. യുദ്ധം മുസ്ലിങ്ങൾ ശക്തമായി വിജയിക്കുന്നു. വെറും 313 മുസ്ലിങ്ങൾ 1000-ഓളം വരുന്ന മക്കാ മുശ്രിക്കുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ സഹായങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ യുദ്ധം വിജയിച്ച് തിരിച്ചു വരുന്ന പ്രവാചകൻ കാണുന്നത് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ ഖബറടക്കൽ ചടങ്ങുകളാണ്. പ്രവാചകൻ്റെ സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേ സന്തോഷദായകമായ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട മകളുടെ മരണവാർത്ത തേടിയെത്തുന്നത്. നിരന്തരം ദുഃഖങ്ങൾ മാത്രം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ നിഴലാടുന്നുണ്ട്. തനിക്ക് ജനിച്ച 7 മക്കളിൽ 6 പേരുടെയും മരണത്തിന് വേദിയാക്കേണ്ടി വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ശക്തമായൊരു യുദ്ധം വിജയിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവൾ തന്നെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. പ്രവാചകനുമായിട്ടുള്ള ഒരു ബന്ധമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഉസ്മാൻ തങ്ങൾക്കത് വളരെ വലിയ വേദന കൂടിയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾ, തൻ്റെ ജീവിത വെളിച്ചം നഷ്ടപ്പെട്ടതിലേറെ അദ്ദേഹത്തിനെ വിഷമിപ്പിച്ചത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമകളെയാണല്ലോ എനിക്ക് നഷ്ടപ്പെട്ടത് എന്ന വലിയ വേദനയായിരുന്നു. സദാസമയം കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വേദനയിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് തൻ്റെ മറ്റൊരു മകളെ കൂടെ ആ വേദനയ്ക്ക് മരുന്ന് പുരട്ടുന്ന പ്രവാചകനെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നു. തൻ്റെ മറ്റൊരു മകളായ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുന്നു. അതിരില്ലാത്ത സന്തോഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തേടിയെത്തുന്നു. പ്രവാചകർ തങ്ങളുടെ 2 മക്കളെയും വിവാഹം ചെയ്ത ചരിത്രത്തിലെ ഒരേ ഒരാൾ അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു മാത്രമായി മാറുന്നു. മാത്രമല്ല, ആ അവസരത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൂന്നാമതൊരാൾ കൂടി എനിക്കുണ്ടെങ്കിൽ അവരെ കൂടെ ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന്. ഇതിലും വലിയ അംഗീകാരം അദ്ദേഹത്തെ തേടി ഇനി വരാനില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു മനോഹരമായ ഏട് അത് തബൂക്ക് യുദ്ധത്തിലെ ആ അവസരത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിശദമായ വിവരണങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള ഈ ഇസ്ലാമിന് വേണ്ടി, പ്രവാചകന് വേണ്ടി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും നൽകുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അവിടെ വായിച്ചെടുക്കുമ്പോൾ ആ ഒരു സ്വഭാവവിശേഷണം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. മദീനയിലേക്ക് എത്തിയതിനു ശേഷവും അദ്ദേഹത്തിൻ്റെ സുദീർഘമായ കൃഷിത്തോട്ടങ്ങൾ, അത്രയും വലിയ കച്ചവടങ്ങൾ, സിറിയയിലേക്ക് പോകുന്ന വലിയ വലിയ കച്ചവട കാരവാനുകൾ തുടങ്ങിയ വലിയ സമ്പത്തിൻ്റെ ഉടമയായിരുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് മുഴുവനും ദീനിന് വേണ്ടിയിട്ട് ചെലവഴിക്കുകയാണ്.
ബില്യൺ ഡോളറിൻ്റെ സ്വത്തുകൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്നു എന്നാണ് ആധുനിക ലോകത്തെ പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ സമ്പത്തിനെ വെച്ചിട്ട് ഇന്ന് അളക്കുന്നത്. ഇന്നത്തെ അളവുകോലിൽ അത് അക്കാലത്ത് എത്ര വരുമെന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. തബൂക്ക് യുദ്ധത്തിൻ്റെ വേള അത് ഹിജറ 9-ാം വർഷമാണ് നടക്കുന്നത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരീക്ഷണം നിറഞ്ഞ കാലഘട്ടമാണ്. അതിദാരുണമായ ക്ഷാമം നടക്കുന്ന സമയം, കാലാവസ്ഥാപരമായി ചുട്ടുപഴുത്ത സമയമാണെന്ന് മരുഭൂമി. ആ അവസരത്തിലാണ് ബൈസന്റീനിലെ പടയാളികൾ മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ പടയൊരുക്കങ്ങളുമായിട്ട് വരുന്നുണ്ട് എന്ന് പ്രവാചകൻ്റെ അടുത്തേക്ക് വിവരമെത്തുന്നത്. പതിവിന് വിപരീതമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമായിട്ട് തന്നെയാണ് യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തയ്യാറാക്കുന്നത്. സാധാരണ ഒരു യുദ്ധത്തിനുള്ള വിളി വന്നാൽ അതീവ രഹസ്യമായാണ് ഓരോ കരുനീക്കങ്ങളും പ്രവാചകൻ നടത്തുന്നത്. പക്ഷേ ഇത്തവണ അതിന് സാധ്യമല്ല. കാരണം മുസ്ലിങ്ങളുടെ കയ്യിലൊന്നും പണമില്ല, ആരോഗ്യമില്ല, ഭക്ഷണമില്ല. എന്താണ് ചെയ്യുക? അവസരത്തിലാണ് മിഹ്റാബിൽ കയറി നിന്നിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യുദ്ധത്തിൻ്റെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നത്. മദീനയിൽ നിന്നും 600 കിലോമീറ്ററുകൾ സഞ്ചരിക്കാനുണ്ട്. ശക്തമായ ചൂട്, ദാരിദ്ര്യം, ജയ്ഷുൽ ഉസ്ര എന്നാണ് ആ യുദ്ധം തന്നെ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഈ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞ് യുദ്ധത്തിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് പറയുമ്പോൾ ചിലരെല്ലാം അവരുടെ വീട്ടിലേക്ക് ഇറങ്ങി ഓടുന്നു. അവരുടെ കയ്യിൽ കിട്ടിയ ഈന്തപ്പഴം, കയ്യിൽ കിട്ടിയ ചെറിയ ദീനാറുകൾ, ദിർഹമുകളൊക്കെ പ്രവാചകൻ്റെ മുന്നിൽ വന്ന് കൊടുക്കുന്നു. ചിലരെല്ലാം നൽകാനൊന്നുമില്ലാതെ പള്ളിയുടെ മൂലയിൽ ഇരുന്നിട്ട് കരയുകയാണ്. അവസരത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നു, നബിയെ, 950 ഒട്ടകങ്ങളെ ഞാൻ നൽകാം. 950 ഒട്ടകങ്ങളെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയുധത്തിന് വേണ്ടിയിട്ട് നൽകുന്നത്. ഒന്നുമില്ലാതിരുന്ന പട്ടിണിയുടെ സമയത്ത്. മാത്രമല്ല 60 കുതിരകളെയും ഞാൻ യുദ്ധത്തിന് വേണ്ടിയിട്ട് നൽകാം. അത്രയും പറഞ്ഞിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ നിന്ന് ഒരു ദീനാറിൻ്റെ പൊതി എടുത്തിട്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് വരുന്നു. പ്രവാചകൻ്റെ മടിയിലേക്ക് അത് ഇട്ട് കൊടുക്കുന്നു. 1000 സ്വർണ്ണ നാണയങ്ങൾ. യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള 3/4 ഭാഗ സമ്പത്തും ഒട്ടകങ്ങളായും കുതിരകളായും സമ്പത്തായും ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെ നൽകുന്ന കാഴ്ച. ആ സ്വർണ്ണ നാണയങ്ങൾ മടിയിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം പ്രവാചകൻ പറയുന്നുണ്ട്, ഉസ്മാൻ, ഇനി നിങ്ങൾക്കൊന്നും പേടിക്കാനില്ല. ദുന്യാവിലോ ആഖിറത്തിലോ ഇനി നിങ്ങളൊന്നിനെയും ഭയക്കേണ്ടതില്ല. ഈ ഒരു സ്വതക്കയോടുകൂടെ നിങ്ങളുടെ ദുന്യാവും ആഖിറവും എല്ലാം വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഒരാൾക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്ന ഒരു സംരക്ഷണ വലയം മറ്റാർക്കും ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. അത്രമേൽ തൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇസ്ലാമിനെ ചേർത്ത് പിടിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെയാണ് ചരിത്രത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നത്. കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത്, പിന്നീട് അബൂബക്കർ തങ്ങൾ ഖലീഫയാകുന്നു, ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയാകുന്നു. അതിനുശേഷം ഒരു ഖലീഫയെ തിരഞ്ഞെടുക്കാനുള്ള യോഗങ്ങളിൽ ഉമർ റളിയല്ലാഹു തങ്ങളുടെ നിർദ്ദേശപ്രകാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് നിയോഗിക്കുകയാണ്. 12 വർഷക്കാലം നിന്ന ഖിലാഫത്ത്, അവിടെ തല ഉയർത്തി വന്ന പുത്തൻവാദികളോടുള്ള അദ്ദേഹത്തിൻ്റെ സന്ധിയില്ലാ സമരങ്ങൾ, ധീരമായ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലത്ത് ഏറ്റവും അവിസ്മരണീയമായ ഏടുകൾ നടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഖുർആൻ ക്രോഡീകരണമാണ്. പല ഖുർആൻ പണ്ഡിതന്മാരിൽ നിന്നും പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ പലരുടെയും ഖിറാഅത്തുകൾ വ്യത്യസ്തമാണ് എന്ന് അദ്ദേഹം അറിയുന്നു. കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കുന്നതും പള്ളിക്കൂടത്തിൽ പോയി പഠിക്കുന്നതൊക്കെ തമ്മിൽ വ്യത്യാസം വരുന്നു. അബൂബക്കർ തങ്ങളുടെ കാലത്ത് ഉമർ റളിയല്ലാഹുവിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ ഖുർആൻ ക്രോഡീകരണങ്ങളിൽ പല നാടുകളിലേക്കും പോയ ഖിറാഅത്തുകളിൽ പല പാളിച്ചയുമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ശേഷം ഹഫ്സ ബീവിയുടെ കയ്യിൽ ശേഖരിക്കുന്ന ഖുർആനിലെ യഥാർത്ഥ കോപ്പി ഉപയോഗിച്ചിട്ട് മറ്റു പ്രമുഖരായ സ്വഹാബിമാരെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഉസ്മാനിയ എന്ന ആ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്തിൽ തന്നെ ക്രോഡീകരിക്കപ്പെട്ട ആ ഖുർആനിൻ്റെ മഹത്തായ കൃതി, ആ പ്രിൻ്റ് മറ്റുള്ള നാടുകളിലേക്കൊക്കെ കൊടുത്തേക്കുകയാണ്. ഇന്നും നമ്മൾ പാരായണം ചെയ്യുന്ന ആ ഖുർആൻ്റെ ക്രോഡീകരണം ചെയ്ത പതിപ്പ് ഈ ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്ത് നിലവിൽ വന്നതാണ്. അതിൻ്റെ എല്ലാവിധ പ്രതിഫലവും അദ്ദേഹത്തിൻ്റെ ഹളറത്തിലേക്കാണ് ചെല്ലുന്നത്. വർഷങ്ങൾക്ക് ശേഷം ശത്രുക്കളുടെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ സുദീർഘമായ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ശത്രുക്കളുടെ കുത്തേറ്റിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ തന്നെയാണ് ഈ ലോകത്തോട് വിട പറയുന്നതും. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്ന ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പുത്തൻവാദികളുടെയും വിഘടനവാദികളുടെയും ഒക്കെ ഒരു സംഗമ ഭൂമിയായിട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു താണ്ഡവമായിട്ട് കാലം നിലവിൽ വരികയാണ്. അതിൻ്റെ വിശദമായ ചരിത്രങ്ങൾക്കൊന്നും ഞാൻ കടക്കുന്നില്ല എന്നുള്ളതാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിന് വേണ്ടിയിട്ട്, പ്രവാചകന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്ന
അതിസമ്പന്നനായ ഒരു മനുഷ്യനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നമ്മളിവിടെ അവതരിപ്പിച്ചത്. അടുത്തൊരു ദിവസം മറ്റൊരു സ്വഹാബിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ റമദാൻ സീരീസ് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടൊക്കെ നിങ്ങൾ പങ്കുവെക്കണം. നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.